ഇത്ര ദീപമാമിയോട് സ്നേഹമുള്ളൂ കണ്ടോ. സ്നേഹം കൂടി കൂടി വരുന്നുണ്ട്. ഹലോ ഗൈസ്, അപ്പൊ ഇന്നും കൊയിലാണ്ടി പോവുകയാണ്. അപ്പൊ ഇന്ന് കൊയിലാണ്ടി പോകുന്ന എന്തിനാന്ന് വെച്ചാല് മറ്റന്നാൾ രാവിലെ പെശായി ഗൾഫിലേക്ക് തിരിച്ചു പോകണം. പെശായി ഗൾഫിലേക്ക് തിരിച്ച് പ്രസാദേട്ടനോട് വിളിക്കുന്നതിനെ കൊണ്ട് മനസ്സിലാവില്ലല്ലേ. പെശായിന്ന് പ്രസാദേട്ടൻ കേട്ടോ ഗൾഫിലേക്ക് തിരിച്ചു പോവുകയാണ്. അതിനെ കൊണ്ട് ഇയാൾ ഇന്നേ പോവുക. പിന്നെ ഇന്നിപ്പം കാര്യമായിട്ട് പോകുന്നത് ചേച്ചീൻ്റെ വീട്ടിലേക്കാട്ടോ. എല്ലാവരും അങ്ങോട്ടേക്ക് വരും. ഇതൊക്കെ തന്നെ പരിപാടി ഇപ്പോൾ. അതെ, പരീക്ഷ കഴിഞ്ഞിട്ട് പിന്നെ പ്രശ്നമുള്ളൂ. തിങ്കളാഴ്ച പരീക്ഷ കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും പോകും. അപ്പോൾ ഇതാണ് കേട്ടോ സൈഷറിന് വയനാട്ടിൽ പോയപ്പം കൊണ്ടുവന്ന ചെരുപ്പ്. ഇത് ഒരുവിധം ഡ്രസ്സിനോടൊക്കെ മാച്ചാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനോട് ഇട്ട് നോക്കുമ്പോൾ കുറച്ചുകൂടി മാച്ച് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ കേട്ടോ. ഞാൻ ഇതിൻ്റെ ലിങ്ക് മുകളിൽ ടാഗ് ചെയ്തേക്കാം കേട്ടോ പ്രൊഡക്റ്റ്. പിന്നെ ഇപ്പം പോകുന്നത് പ്രേമേച്ചീൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. പ്രേമേച്ചി പുതിയ വീട്ടിലോട്ട് മാറിയതാണ്. കൊയിലാണ്ടിയുള്ള എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. ഈ വീടും കൊയിലാണ്ടി ശക്തൻകുളങ്ങര അമ്പലത്തിൻ്റെ അടുത്താട്ടോ. ചിലപ്പം കൊയിലാണ്ടിയുള്ളവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടാവും. അപ്പം എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്ന് ഇനി നാളെ തിരിച്ച് വീട്ടിലോട്ട് പോകും കേട്ടോ കൊയിലാണ്ടിക്ക്. അവിടെ എന്താണെന്ന് വെച്ചാൽ പിറ്റേന്ന് പ്രസാദേട്ടൻ പോവുകയാണ്. അപ്പോൾ ഇത് എന്നത്തെയും പോലെ നെയ്ച്ചോറ് തന്നെയാണ്. നെയ്ച്ചോറുണ്ട്, ചപ്പാത്തിയും ചിക്കനും. പിന്നെ ഈ മക്കൾക്ക് പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഫുഡും കാര്യങ്ങളൊന്നും നല്ല വലുത്. ആദ്യമുണ്ട് കളിക്കാനാൾ. എന്തെനിക്ക് അറിഞ്ഞുകൂടാ എന്താണ് ഇത്ര സന്തോഷമെന്ന്. കൊയിലാണ്ടിയിൽ നിന്ന് കേട്ടാൽ മതി കുഞ്ഞു അവിടെ കിടക്കും കേട്ടോ. പിന്നെ അപ്പം തന്നെ പ്രസാദേറിനും ദീപേച്ചി അതിനെല്ലാം വന്നിട്ടോ. സിദ്ധുവിന് പിന്നെ പ്രസാദേറിനെ കണ്ട ഒന്നും വേണ്ട കേട്ടോ. ഇതാ ഞാൻ ഈ വോയിസ് ഇടുന്ന സമയമാകുമ്പോഴത്തേക്ക് പ്രസാദേട്ടൻ പോയിട്ടോ ഗൾഫിലേക്ക്. പിന്നെ ഇവിടെ ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ലവ് എത്രത്തോളം ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യുമല്ലോ, നമ്മൾ ലവ് ടെസ്റ്റർ. അത് നോക്കിയിട്ട് എത്ര ഉണ്ടെന്ന് നോക്കുക കേട്ടോ എല്ലാവരും കൂടി. ഇത്ര ദീപമാമിയോട് സ്നേഹമുള്ളൂ കണ്ടോ. ഇനിയിപ്പോ ഒന്നുമില്ല, അത്ര സ്നേഹമേ ഉള്ളൂ ദീപമാമിനോട് അല്ലേ പറയാ, അത്രയേ ഉള്ളൂ. അച്ഛൻ്റെ കലാവിരുതുകൾ കേറ്റി കുറച്ചുകൂടി കേറ്റി. ഇത്ര ആളൂ സ്നേഹം കുറച്ചുകൂടി കേറ്റിണ്ടേ. സ്നേഹം കൂടി കൂടി വരുന്നുണ്ട്. കൂടി കുറഞ്ഞു കുറഞ്ഞാ വരുന്നേ. എല്ലാവരും വന്നപ്പം പിന്നെ ചായ കുടിക്കായിരുന്നു കേട്ടോ. ഞാളെ എണ്ണക്കടി വാങ്ങിയിട്ടുണ്ടായിരുന്നേ ഞാനും സജീഷേട്ടനും. അതെന്ന് വെച്ചാൽ ഒരു മിക്സാക്കി മുറിച്ചിട്ടാട്ടോ. അടയുണ്ട്, ഉള്ളിവടയുണ്ട്, പഴംപൊരിയുണ്ട്, ബോണ്ടയുണ്ട്, പരിപ്പ് വടയുണ്ട്. ഇതെല്ലാം കൂടെ ചെറിയ 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 പീസാക്കിയിട്ട് ഒരു പ്ലേറ്റിലാക്കി കേട്ടോ. അതാണ് ഇങ്ങനെ കാണുന്നത്. ഇതെന്ത് പലഹാരാന്ന് വിചാരിക്കുക ആരെയും കണ്ടാൽ. ആ സിദ്ധുവിൻ്റെ ഓട്ടം കണ്ടാൽ അറിയില്ലേ എത്രത്തോളം സന്തോഷമുണ്ട് ഇവിടെ ഓരോരുത്തരെയും കാണുമ്പോൾ. ഒന്ന് ഷാലു വന്നിട്ട് ഓടി ഓട്ടാട്ടോ അത് സിദ്ധു. അപ്പോൾ ഷാലു വരുമ്പോൾ ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ, കുറേ എണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കി. എല്ലാത്തെപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ ചിക്കനും നെയ്ച്ചോറും ഇത് തന്നെയാണ് അധികം ഉണ്ടാവുക. പിന്നെ നല്ല ചമ്മന്തിയും സലാഡും ചപ്പാത്തി എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് ആദ്യം കേട്ടോ, നമ്മളെ മക്കൾക്കൊക്കെ ആദ്യം കൊടുത്തിട്ട് ഞങ്ങൾ പിന്നെയാണ് കഴിച്ചത് കേട്ടോ. കാരണം ഇവിടുന്ന് ഇരുന്ന് കഥ പറച്ചിൽ കഴിയണമെങ്കിൽ കുറച്ച് കഴിയും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വിശക്കുകയല്ലോ മക്കൾക്കൊക്കെ വിശക്കുകയല്ലോ എന്ന് വിചാരിച്ചിട്ട് മക്കൾക്ക് നമ്മൾ ആദ്യം തന്നെ ഫുഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനും സരീഷേട്ടനും പ്രസാദേട്ടനും ദീപേച്ചിയും ബ്രസിയേച്ചി പ്രേമേച്ചി ഇവരെല്ലാവരും കൂടി ലാസ്റ്റാട്ടോ കഴിക്കാനിരുന്നത്. ഫുഡ് കഴിച്ച് കഥ പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 11:30 11:45 ഇത്രയും സമയമൊക്കെ ആവും കേട്ടോ എല്ലാം കൂടെ കഴിച്ച് എണീറ്റ് ശേഷവും അങ്ങനെ തന്നെ ഉറങ്ങാൻ ഒരുപാട് നേരം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എവിടെയും കാണാത്തൊരു കാഴ്ചയായിരിക്കും ഇത്. ഈ എന്താ പറയുക, ഈ കസിൻസൊക്കെ ഒരുപോലെ നിലത്ത് വിരിച്ച് കിടക്കുന്ന കാഴ്ചകൾ ഇപ്പോൾ അപൂർവമായിരിക്കും കേട്ടോ. ഇവിടെ ഇപ്പോൾ ഇതാ മക്കളെല്ലാവരും കൂടി
കൂടി ഹാളിൽ നല്ല രസമായിട്ട് വിരിച്ച് കിടക്കും. ഇത് കാണുമ്പോൾ തന്നെ സന്തോഷമാണേ. അന്ന് അടുക്ക് കിടക്കുന്ന ചെങ്ങായിനെ കണ്ടില്ലേ, സിദ്ധുവും കുഞ്ഞും. ഓലിക്ക് എന്തോ ഒരു സുഖമാണ്. സിദ്ധുവിനെ ഏച്ചീൻ്റെ മോനാട്ടോ കണ്ണൻ, അവനെന്ന് നല്ല കെട്ടിപ്പിടിച്ചാണ് കടന്നുറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു കാഴ്ച എന്ന് വെച്ചാൽ ഇപ്പോൾ അപൂർവമായിരിക്കും. കാരണം നമ്മളിങ്ങനെ നിലത്തൊക്കെ കസിൻസൊക്കെ എല്ലാവരും കൂടെ കടന്നുറങ്ങുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അന്ന് അങ്ങനെ കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ തന്നെ നമ്മൾ ശക്തൻകുളങ്ങര അമ്പലത്തിൻ്റെ അടുത്താണ് വീട്. കൊയിലാണ്ടി കാർക്ക് നന്നായിട്ട് അറിയാം, കൊയിലാണ്ടിയാണ് ശക്തൻകുളങ്ങര അമ്പലം. അപ്പോൾ അവിടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കും മക്കളെന്താ ഇല്ലാത്തതെന്ന്. ഒരെണ്ണം പോലും രാവിലെ ഉണർന്നിട്ടില്ല കേട്ടോ. കാരണം ഒരു കഥയെല്ലാം പറഞ്ഞു 1:30-2 മണിയായും തോന്നും കേട്ടോ ഉറങ്ങാൻ. പിന്നെ രാവിലെ നല്ല തണുപ്പാണ് അവിടെ. ഏച്ചീൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ വയലാണ്, അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. മക്കളെല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. ആദ്യം ഞാൻ ഇവിടുന്ന് കൊയിലാണ്ടിയിലേക്ക് പോകുമ്പോൾ ഡ്രസ്സ് എടുക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ട്, അമ്മേ ഞങ്ങളെ അമ്പലത്തിലൊന്നും വരൂല, എക്സ്ട്രാ ഒരു ഡ്രസ്സും എടുക്കണ്ടെന്ന് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഒരു അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നമ്മളെവിടെ പോയാലും കുഴപ്പമില്ല. ഒരു ആദ്യേട്ടൻ കാശിയേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഏച്ചീൻ്റെ മോനും അവിടെ മാമൻ്റെ മോൻ്റെ മോനും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഓലേപ്പരം അങ്ങോട്ട് നടന്നാൽ മതി കേട്ടോ. പിന്നെ തിരിച്ച് ഞാൻ പറഞ്ഞല്ലോ നിറയെ വയലായതിനെ കൊണ്ട് തന്നെ നല്ല രസമാണ്. ഒരുത്തൻ ഇതാ ഇവിടെ ഇരുന്നതാ കളിക്കുന്നുണ്ട് അയിനുവിൻ്റെ കൂടെ. പിന്നെ കുഞ്ഞു അവിടെ ഇരുന്നിട്ട് കുറച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. എക്സാം ആണല്ലോ തിങ്കളാഴ്ച എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് വായിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കറിയിൽ നിന്ന് പുട്ടും കറിയായിരുന്നേ. പുട്ടിന് നല്ല ചെറുപയറിൻ്റെ കറിയായിരുന്നു. പിന്നെ ഇന്നലെയുള്ള ചപ്പാത്തി ഉണ്ടായിരുന്നു. ഇവിടെ ഒരിടത്തൻ ചോറാട്ടോ തിന്നുന്നത്. ഇത് നെയ്ച്ചോറും ചിക്കനും. സിദ്ധു കുഞ്ഞു അങ്ങനെ എപ്പോഴൊന്നും ചോറ് കഴിക്കില്ല. സിദ്ധുവിന് എപ്പം ചിക്കൻ കറി നെയ്ച്ചോറും കിട്ടുമ്പോൾ കഴിക്കും കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മളും കൂടെ ചായ കുടിക്കാനിരുന്ന് പിന്നെ ഞാനും സജീഷേറിനും കൂടി ഉച്ചക്കത്തേക്ക് മീൻ വാങ്ങാൻ വേണ്ടി പോയിട്ടോ. ഇലക്ഷൻ്റെ റിസൾട്ട് അറിയുന്ന ദിവസമാണ്, അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തിരക്കും കാര്യമാകുന്നതിനെ കൊണ്ട് നല്ല അയില ഉണ്ടായിരുന്നു. അതുകൊണ്ട് അയിലയും വാങ്ങി ഞങ്ങൾ വേഗം തിരിച്ച് അവിടേക്ക് പോവുകയാണ്. ഉച്ചയ്ക്ക് മോര് കറി അയിലക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. മോരും അരച്ച തേങ്ങയും മീനും ഒക്കെ വാങ്ങിപ്പോയി. അപ്പോഴേക്കും മനോഹരേട്ടൻ അമ്പലത്തിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ആരാ മനോഹരേട്ടൻ എന്ന് വിചാരിക്കേണ്ട, ഏച്ചീൻ്റെ ഭർത്താവാട്ടോ, മൂത്തേച്ചീൻ്റെ പ്രേമേച്ചീൻ്റെ. അമ്പലത്തിൽ ക്ലർക്കാണ് കൊയിലാണ്ടി. അപ്പോൾ അവിടുന്ന് വരുമ്പം പ്രസാദം കൊണ്ടുവന്നാട്ടോ. അപ്പോൾ ആ പ്രസാദം എല്ലാം കഴിച്ചതിന് ശേഷം വേഗം ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കൊയിലാണ്ടിക്ക് പോകണം, അതായത് വീട്ടിലേക്ക് പോകണം. നാളെ രാവിലെയാണ് പ്രസാദേട്ടൻ പോകുന്നത്. അതിനെക്കൊണ്ട് ഇവിടുന്ന് ഉച്ചയ്ക്കത്തെ ഫുഡും കഴിച്ചിട്ട് നമ്മൾ നേരെ ഇനിയിപ്പം കൊയിലാണ്ടിക്കാണ്. അതുകൊണ്ട് തന്നെ മക്കൾക്കൊക്കെ ഇന്നും സന്തോഷമാണ്, നാളെയും ഇവിടെ തന്നെയാണല്ലോ എന്നുള്ളതാട്ടോ. ഇനി ഞായറാഴ്ച രാവിലെ തിരിച്ച് വടകരയ്ക്ക് വരുമ്പോൾ മാത്രമാണ് മുഖത്ത് ഒരു സങ്കടം കാണുള്ളൂ കേട്ടോ. ഇപ്പം എന്ന് വെച്ചാൽ ഒരു ഇതുമില്ല, പോവുകയാണല്ലോ എന്നുള്ളതാണ്. വേഗം ഓൾക്ക് കൊയിലാണ്ടി അവിടെ എത്തണം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവരും ഇനി അങ്ങോട്ട് വരും. നാളെ രാവിലെ പുലർച്ചയ്ക്കാണ് പോകുന്നത്. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും സജീഷേറിനാണ് കൊണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.